എൻ്റെ പേര് സൂരജ് എന്നാണ്. വട്ടൂർക്കാവാണ് വീട്. ഞാനിപ്പോൾ കറൻ്റ് വർക്കിംഗ് അല്ല, കോഴ്സ് കഴിഞ്ഞ് അടുത്ത എബ്രോഡ് പോകാനുള്ള ഇതിൽ നിൽക്കുകയാണ്. പിന്നെ ഇത് റോഡ് വീലർ ബ്രീഡാണ്, ലാറ എന്നാണ് പേര് വീട്ടിൽ വിളിക്കുന്നതൊക്കെ. റോഡ് വീലർ എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുകാരുടെ അടുത്ത് മാത്രം ഇണക്കി വളർത്തുമ്പം ആൾക്കൊരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കാണിച്ച് വളർത്താറില്ല. ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് ഗാർഡിങ് പർപ്പസിന് വാങ്ങിച്ച ഡോഗാണ്. നമ്മൾ എത്ര കൊഞ്ചിച്ചാലും എത്ര കളിപ്പിച്ചാലും അതിൻ്റെ ക്വാളിറ്റിയുടെ ബ്രീഡിൻ്റെ ക്വാളിറ്റി എന്തായാലും കാണിക്കുക, ഗാർഡ് ചെയ്യും. അപ്പോൾ നമ്മളോട് എങ്ങനെ നിൽക്കുന്നു അതേപോലെ എല്ലായിരിക്കും ബാക്കിലോട് നിൽക്കുന്നത്. ചില ലാബ് കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോഴാണെങ്കിൽ നമ്മളൊന്ന് കൊഞ്ചിച്ച് വളർത്തുമ്പോൾ എല്ലാവരും കണ്ടാലും അതിന് അതേ സ്വഭാവമായിരിക്കും. ഇതിനങ്ങനെയില്ല, ഇതിനറിയാം ആരടുത്തൊക്കെ എങ്ങനെയൊക്കെ നിൽക്കണമെന്ന്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. വീട്ടിൽ ഫുഡ് എല്ലാവരും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും പറയും സിംഗിൾ മാസ്റ്റർ ഡോഗാന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രം നോക്കി ഒരാൾ മാത്രം ഫുഡ് കൊടുത്ത് വളർത്തുമ്പം അത് ഏത് ഡോഗിലും സിംഗിൾ മാസ്റ്റർ ഡോഗായി വളരുള്ളൂ. പിന്നെ ഇത് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഫാമിലി എല്ലായിടത്തും ഭയങ്കര അറ്റാച്ച്ഡാണ്. റോഡ് വീലർ എനിക്ക് പണ്ട് തൊട്ടേ കൊച്ചിലോട്ടേ എനിക്ക് റോഡ് വീലർ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ വളർത്തണം, ഒരു ഡോഗിനെ മേടിക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് റോഡ് വീലർ പണ്ടേ ഒരു ആഗ്രഹമായിരുന്നു. അത് ഒരെണ്ണം വാങ്ങിച്ചത് അത്ര തന്നെ. കുറച്ച് അഗ്രഷനും കാര്യങ്ങളും ഡോഗാണ് എനിക്ക് പണ്ടേ ഇഷ്ടം. അപ്പോൾ അങ്ങനെ കൊച്ചിലോട്ട് നമ്മുടെ അച്ഛൻ്റെ കൂട്ടുകാരനൊക്കെ റോഡ് വീലറും കാര്യങ്ങളും, അപ്പോൾ ഞങ്ങളോട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതിന് അങ്ങനെ മേടിച്ചതാണ്. രാവിലെ ഒരു 5-5:30 ആകുമ്പം എണീക്കും, അച്ഛൻ ചെന്ന് തുറന്നു വിടും. രാവിലെ എന്തെങ്കിലും വീട്ടിലുള്ള പുട്ടോ, ഇപ്പം ഒരു 6 മാസത്തിന് ശേഷം അത് പുട്ട്, അങ്ങനെയാണ് പുട്ട് വീട്ടിലെന്താണ് ഉണ്ടാക്കുന്നത് അത് മാത്രം ഉപ്പിടാതെ കൊടുക്കും. അതിനുശേഷം തുറന്നു വിടും. പിന്നെ ഒരു 9 മണിയാകുമ്പം കൂട്ടിക്കയറ്റും. ചിലപ്പോൾ ഞാനുണ്ടെങ്കിൽ 9 മണിക്ക് ശേഷം ഇറക്കി അടുത്ത ബീഫും ചോറും അല്ലെങ്കിൽ ചിക്കനും ചോറും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പപ്പി ഫുഡ്, ചോറും തൈരും, ഇത്രയും നാൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റോ ഫുഡ് നമ്മളിതുവരെ കൊടുത്ത് ട്രൈ ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ലെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞ ആൾക്കാർ. മെയിനായിട്ട് 2 നേരം, രാവിലെ ഒരു കാപ്പി കൊടുക്കും. 3 നേരം. രാവിലെ ഒരു കാപ്പി കൊടുക്കും, പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പം ചോറും ചിക്കൻ അല്ലെങ്കിൽ ചോറും ബീഫും, വൈകുന്നേരം അതേപോലെ ചോറും ബീഫും. അല്ല, ഞാൻ പൊതുവേ ഈ സ്ഥലങ്ങൾ ഇവിടെ കാണാറില്ല, വീട്ടിൽ കാണാറില്ല. ഞാൻ പഠിത്തത്തിൻ്റെ കാര്യങ്ങളും ഇവിടെയായിട്ട് അങ്ങനെ മൈസൂർ, ഈറോഡ്, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ എത്ര നാൾ ഇവിടെ ഒരു 6 മാസം വീട്ടിൽ പോയിട്ട് അവിടെ പോയിട്ട് തിരിച്ചിടുമ്പോഴായാലും പുള്ളിക്കാരെ നമുക്ക് അപ്പം എങ്ങനെയാണോ അതേപോലെ എപ്പോഴും ഉള്ളത്. ചിലർക്ക് പറയും പട്ടി മാറുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൊച്ചിലോട്ട് നമ്മൾ ഒരുമിച്ച് വളർത്തിക്കൊണ്ട് എൻ്റെ ബെഡ്റൂമിലിട്ടാണ് വളർത്തിയത്. അപ്പോൾ അതിൻ്റേതായ സ്നേഹം എപ്പോഴും ഉണ്ട്. ഒരാൾ നമ്മുടെ എന്തെങ്കിലും അടിക്കാനോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിനാൽ ഭയങ്കര ദേഷ്യമാണ്. അടുത്തടുപ്പിക്കത്തില്ല. അറിയാതെ ഒരാൾ, ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അമ്മ എന്നോട് പറഞ്ഞതാണ്. അതേപോലെ ഇലക്ഷൻ സമയത്ത് ഒരാൾ വീട്ടിൽ വന്ന് പറഞ്ഞു. ഇലക്ഷൻ സമയത്ത് എന്തോ ഒരു സമയത്ത് പാർട്ടിക്കാരും വീട്ടിൽ വന്ന്, ഞങ്ങൾ സാധാരണ 2 ലോക്ക് ഇട്ടിരിക്കും വീട്ടിൽ, താഴെയും മേളിലും നടുക്കൊരു കുറ്റി ഇട്ടിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് തുറന്നു വിടുവാണെങ്കിൽ. ഇവരതെല്ലാം തുറന്ന് വീട്ടിൽ കയറുന്നത് ജസ്റ്റ് അമ്മ പറഞ്ഞാൽ പിടിച്ച് കിട്ടില്ലായിരുന്നു, ജസ്റ്റ് ഒരു കടി കിട്ടിയാനെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിനുശേഷം ബോർഡ് വെച്ചത് വീട്ടിൽ. ഇതിന് ട്രെയിനിങ് ഞങ്ങൾ അരുൺ എന്ന് പറയുന്ന ഒരാൾ K9 ആറ്റുകാലുള്ളൊരു ഏജൻസിയിലാണ് ഏൽപ്പിച്ചിരുന്നത്. 2 മാസം അവിടെ ബോർഡിങ്ങിനാണ്. ട്രെയിനിങ് കഴിഞ്ഞ് ബേസിക് കമാൻഡ്സ് മാത്രം ട്രെയിനിങ് ആയി കൊണ്ടുവന്നതാണ്. പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. സിറ്റ്, സ്റ്റാൻഡ്, വാക്ക്, ഹീൽ, ഡൗൺ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള, പിന്നെ ഷേക്ക് ഹാൻഡ് അതൊക്കെ തന്നെ ചെയ്യും. സിറ്റ്, ഡൗൺ. ഡോഗ് കുട്ടികളുടെ അടുത്ത് നമുക്ക് എന്തായാലും വിശ്വസിച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം ഡോഗ് നല്ല പവർഫുള്ളാണ്. ഇപ്പോൾ ഞങ്ങളതിനെ പിടിച്ചാൽ ചിലപ്പോൾ സമയം നിൽക്കാറില്ല, മനസ്സിലായില്ലേ? അപ്പം ഡോഗ് പവർഫുള്ളാണ്, നല്ല പവറുള്ള ബ്രീഡാണ്. ബൈറ്റിംഗ് പവർ, നല്ല ബൈറ്റിംഗ് പവറാണ്. ചിലപ്പോൾ പറയുന്നത് ശരി തന്നെ ആയിരിക്കും, എനിക്ക് എൻ്റെ അറിവിൽ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. അതിന് ബൈറ്റിംഗ് പവർ, നമ്മൾ ഒരു സാധനം വിടാണെങ്കിൽ അത് തോന്നണം. ഡോഗിന് തോന്നിയാലേ ഡോഗ് വിടത്തുള്ളൂ. അല്ല ട്രെയിൻ നമ്മളങ്ങനെ വേറെ കാര്യങ്ങൾ ചെയ്തില്ല, നമ്മൾ പറഞ്ഞ് പിടിപ്പിക്കണം, അങ്ങനെ സാധനങ്ങൾ ചെയ്തിട്ടില്ല. അതിൻ്റെ ഡോഗിന് തോന്നിയാൽ അവിടെ ഉള്ളൂ. അല്ല നമ്മൾ പിടിച്ച് വലിച്ച് എടുത്തുകൊണ്ട് പോകുന്ന സെറ്റപ്പ് നടക്കത്തില്ല. മേറ്റിംഗ് പ്രശ്നം കൊണ്ടുപോയി, അപ്പോൾ യൂട്രസിൽ ഇൻഫെക്ഷൻ അടിച്ചിട്ട് മേറ്റിംഗ് കിട്ടാതെ പോയതാണ്. ഇത് ഫീമെയിൽ ഡോഗാണ്, 1.5 വയസ്സായി. മേറ്റിങ്ങിന് ഇവിടെ ഫിറോസ് എന്ന് പറയും, കവടിയാൾ, പുള്ളിയെടുത്താണ് കൊണ്ടുപോയത്. ഇൻഫെക്ഷനായി യൂട്രസിൽ, പിന്നെ അങ്ങനെ പോയത്. വീട്ടിലിപ്പം ചില സമയം ഞാൻ കാണാറില്ലാത്ത സമയത്ത് അമ്മ കൂട്ടിക്കിടന്ന് കുഴപ്പമൊന്നുമില്ല, ഡോഗിന് വിളിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ വരുവാണെങ്കിൽ വീട്ടിൽ കിടന്ന് വന്നെന്നറിഞ്ഞാൽ എന്തായാലും കൂട്ടിക്കിടന്ന് വിളിയും കാര്യങ്ങളൊക്കെ എന്തായാലും അയച്ചുവിടാൻ വേണ്ടിയിട്ട്. അയച്ചുവിട്ടാൽ നമ്മുടെ കൂടെ ഇങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മുടെ കൂടെ നിൽക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെവിടെയാണ് പോകുന്നത് അതിൻ്റെ പുറകെ വന്ന് കിടക്കും, ഇരിക്കും. ചിലപ്പോൾ നമ്മുടെ കൂടെ കിടക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളുള്ള മാത്രമേ അതിനെ കൂട്ടിയിൽ നിന്ന് പുറത്തിറങ്ങണം, കൂടെ നിൽക്കണം എന്നുള്ളൊരു ഇതുള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ലേസി ആയിട്ട് വേറെ പണിയൊന്നുമില്ല, രാവിലെ പയ്യെ എണീറ്റാൽ മതി, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇതുള്ളപ്പം ഫുഡ് കൊടുക്കണം, നമ്മുടെ അതിൻ്റെ ഒരു ആരോഗ്യത്തിന് എനർജി മാറി കിട്ടും. അതിൻ്റെ കാര്യം നോക്കി നമ്മൾ നിൽക്കുമ്പോൾ തന്നെ അതിന് സമയത്തിന് ആഹാരം കൊടുക്കണം, സമയത്തിന് കാര്യങ്ങൾ നോക്കണം, എല്ലാം ഉണ്ട്. ലേസി ആയിട്ടിരുന്നാൽ ഇതിൻ്റെ പരിപാടി നടക്കത്തുമില്ല, നമുക്ക് അതിൻ്റെ നമുക്ക് നോക്കാൻ പറ്റത്തില്ല. പിന്നെ ആരോഗ്യത്തിൻ്റെ നമുക്ക് വൈകുന്നേരം വർക്കൗട്ട് ചെയ്യിപ്പിക്കും, ഡെയിലി ബൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം വൈകുന്നേരം ചെയ്യിപ്പിക്കും. പിന്നെ നടക്കാൻ കൊണ്ടുവരും. ഇതൊന്നും ഞാൻ പണ്ട് ഒറ്റയ്ക്കായിരുന്നപ്പോൾ നടക്കാനും പോകാറില്ല, എക്സസൈസും ചെയ്യാറില്ലായിരുന്നു. ഇപ്പോൾ ഇതാകുമ്പോൾ ഇതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ആരോഗ്യം മെച്ചപ്പെടും, അതേപോലെ എനർജി ലെവൽ മാറും. എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര എനർജിയുള്ള ഡോഗായതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു അരമണിക്കൂർ നടത്തിക്കണം, അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യിക്കാറുണ്ട്. അല്ലെങ്കിൽ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇത് തന്നെ പ്രശ്നങ്ങളായിരിക്കും. കുറേ നാൾ വർക്കൗട്ട് ചെയ്യിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡോഗിന് ലേസി ആയി പോകും.
ലേസി ആയിട്ട് നമുക്ക് വളർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഡെയിലി വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഡോഗ് കുറേ നാളിങ്ങനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഡോഗ് തന്നെ ടെമ്പർമെൻറ്റ് കൂടുമെന്ന് പറയുന്നുണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല. പുറത്തുനിന്ന് വരുന്ന എല്ലാവർക്കും ഒരു പേടിയാണ്. വീട്ടിലുള്ള എല്ലാ റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഭയങ്കര പേടിയാണ്. ഇപ്പം കുട്ടികളൊക്കെ വരുവാണെങ്കിൽ തന്നെ നമ്മൾ അയച്ചു വിടാറില്ല, പൊതുവേ അയച്ചു വിടാറില്ല. കൂട്ടിനകത്ത് തന്നെ ആയിരിക്കും പുറത്തുനിന്ന് ആര് വന്നാലും. നമുക്കതിനുള്ള നമ്മൾ നോക്കിയിട്ടില്ല. റിലേറ്റീവ്സ് വല്ലപ്പോഴും വീട്ടിൽ വരാറുള്ളൂ. പിന്നെ ഫ്രണ്ട്സാണ് വരുന്നത്. ഫ്രണ്ട്സിനോട് എല്ലാവരോടും പണ്ട് തൊട്ട് അറിയാം. ഫ്രണ്ട്സിനോട് വേറെ പ്രശ്നം അറിയാവുന്നവരോട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അവനെ തന്നെ ആയാലും അല്ലെങ്കിൽ അവൻ ഹാൻഡിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. റിലേറ്റീവ്സിനോട് അറിയാത്തവരാരായാലും കുഴപ്പമാണോ നമ്മൾ റിലേറ്റീവ്സിനോട് തുറന്നു വിടാറില്ല. ലൈഫിൽ അമ്മ അച്ഛൻ ലാറ എന്നൊരു സെറ്റപ്പായി. അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വീട്ടിലിപ്പോൾ ആരും വന്നാലും പണ്ടാണ് അച്ഛൻ ഞങ്ങൾ ഫസ്റ്റ് ഡോഗിന് മേടിച്ചോണ്ടൊന്നും വീട്ടിൽ തന്നെ ആയാലും അച്ഛനോട് പറഞ്ഞത് എനിക്ക് വളർത്താൻ പറ്റില്ല, എനിക്ക് സമയമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് അച്ഛൻ ഓടി വന്നാൽ തന്നെ ഡ്രസ്സ് മാറാൻ പട്ടീനെ കുട്ടിയെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ എടുത്തതാണ്. അതിന് ഫുഡ് കൊടുക്കുക, അതിൻ്റെ പുറകെ നടക്കുക, അങ്ങനെയാണ് വീട്ടിൽ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ കാര്യം. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കാര്യം പറയേണ്ട ആയിരിക്കില്ല.